മുക്കുപണ്ടം പണയം വെച്ച് നിരവധിയിടങ്ങളിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയ യുവാവ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായി. കൊട്ടാരക്കര നെടുവത്തൂർ സരസ്വതി വിലാസത്തിൽ സജയകുമാർ എന്ന 30-കാരനാണ് പിടിയിലായത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലെത്തി സ്വർണമെന്ന വ്യാജേനെ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നതാണ് ഇയാളുടെ സ്ഥിരമേർപ്പാട്. ഒരു മാസം മുമ്പ് സജയകുമാർ അഞ്ചൽ ആറോ ജംഗ്ഷന് സമീപത്തെ സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ സ്വർണമെന്ന വ്യാജേന ആഭരണങ്ങൾ പണയം വെച്ച് 47,000 രൂപ വാങ്ങിയിരുന്നു. 7,000 രൂപ നേരിട്ടും ബാക്കി ഗൂഗിൾ പേ വഴിയുമായിരുന്നു കൈക്കലാക്കിയത്. പിന്നീട് സ്ഥാപനമുടമ ഇയാൾ പണയം വെച്ച ആഭരണം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് മുക്കുപണ്ടമെന്ന് തെളിഞ്ഞത്. ഇതോടെ അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരവേ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെക്കാൻ സജയകുമാർ ശ്രമിക്കുന്ന വിവരം മനസ്സിലാക്കിയ അഞ്ചൽ പോലീസ് ഉടനെത്തുകയും പിടികൂടുകയുമായിരുന്നു. മുക്കുപണ്ടം പണയം വെച്ച പണം തട്ടിപ്പ് നടത്തുന്നത് കൂടാതെ 2021 കൊട്ടാരക്കര വിജയാസ് ആശുപത്രി പരിസരത്ത് വെച്ച് ഒരാളെ കുത്തിക്കൊന്ന കേസിലും പ്രതിയാണ് സജയകുമാർ. 12ഓളം കേസുകൾ ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ തട്ടിപ്പ് നടത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ്, SI പ്രജീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ രജ്ബീർ, അബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.